ഒരു കഥ കേട്ടാലോ? ഒരു 8 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി അച്ഛനമ്മമാർ അവളുടെ അനിയൻ്റെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. അനിയന് ഗുരുതരമായ എന്തോ അസുഖമാണെന്ന് മനസ്സിലായി. ഇപ്പോൾ തന്നെ ചികിത്സാ ചെലവിനും ഡോക്ടർ ഫീസിനും വേണ്ടി താമസിച്ചിരുന്ന വീട് വിറ്റു. ഒരു ചെറിയ വീട്ടിലാണ് ഇപ്പോൾ താമസം. ഇനിയൊരു വലിയ ശസ്ത്രക്രിയ ചെയ്താലേ അനിയൻ രക്ഷപ്പെടൂ എന്നും പറഞ്ഞു. കയ്യിൽ പണമില്ല, കടം തരാനും ആരുമില്ല. ഇനി എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലേ കൊച്ചു രക്ഷപ്പെടൂ എന്ന് കണ്ണുനീരോടെ അച്ഛൻ അമ്മയോട് പറയുന്നത് അവൾ കേട്ടു. ആ കൊച്ചു പെൺകുട്ടി അവളുടെ കിടപ്പുമുറിയിൽ ചെന്ന് അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പണപ്പെട്ടിയെടുത്ത് അതിലുണ്ടായിരുന്ന ചില്ലറകൾ എണ്ണി. പിന്നീട് ആ വിലപിടിപ്പുള്ള പണപ്പെട്ടിയുമായി പിൻവാതിലിലൂടെ 6 കടകൾക്കപ്പുറമുള്ള മരുന്ന് കടയിലേക്ക് പോയി. അവൾ കുറച്ച് ചില്ലറ നാണയങ്ങൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്തു വേണം? കടക്കാരൻ ചോദിച്ചു. എൻ്റെ അനിയന് വലിയ അസുഖമാണ്. അവനെ ചികിത്സിക്കാൻ ഒരു അത്ഭുതം വേണം. ക്ഷമിക്കണം, എന്താ വേണ്ടത്? മരുന്ന് കടക്കാരൻ വീണ്ടും ചോദിച്ചു. എൻ്റെ അനിയൻ ആൻഡ്രൂസിന് തലയിൽ എന്തോ വളരുന്നുണ്ട്. ഒരു അത്ഭുതം കൊണ്ട് മാത്രമേ ഇനി അവനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു അത്ഭുതത്തിന് എന്തു വിലയാ? കൊച്ചേ, ഞങ്ങൾ അത്ഭുതങ്ങൾ വിൽക്കാറില്ല, മരുന്ന് കടക്കാരൻ സങ്കടത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേൾക്കൂ, എൻ്റെ അടുക്കൽ വാങ്ങുവാൻ പണമുണ്ട്. ഇത് പോരെങ്കിൽ കുറച്ചുകൂടി പണം സംഘടിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും. എത്രയാകുമെന്ന് ദയവായി പറയൂ. നല്ല വസ്ത്രം ധരിച്ച ഒരു ഉപഭോക്താവ് ആ കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കുനിഞ്ഞ് ആ കുട്ടിയോട് ചോദിച്ചു, ഏതു പ്രകാരമുള്ള അത്ഭുതമാണ് കുട്ടിക്ക് വേണ്ടത്? എനിക്കറിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഒരു ശസ്ത്രക്രിയ നടത്തണമെന്ന് അമ്മ പറഞ്ഞു. അച്ഛൻ്റെ കയ്യിൽ പണമില്ല. അതാണ് ഞാൻ ശേഖരിച്ചു വെച്ച പണം കൊണ്ടുവന്നത്. നിന്റെ കയ്യിൽ എത്രയുണ്ട്? ആ മാന്യൻ ചോദിച്ചു. $1 7 സെന്റസും. വേണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി പണമുണ്ടാക്കാൻ പറ്റും. വളരെ വിശ്വാസത്തോടെ അവൾ പറഞ്ഞു. നല്ല കാര്യം, എന്തൊരു സമാന്തരമാണ്. അദ്ദേഹം പുഞ്ചിരിച്ചു. $1 7 സെന്റസുമാണ് കൊച്ചനിയന്മാർക്കുള്ള അത്ഭുതത്തിൻ്റെ ശരിയായ വില. അദ്ദേഹം ആ പണം വാങ്ങി അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ താമസിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകൂ. എനിക്ക് നിന്റെ അനിയനെയും അച്ഛനമ്മമാരെയും കാണണം. നിനക്ക് വേണ്ട അത്ഭുതം എൻ്റെ അടുക്കൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. അദ്ദേഹം ആ പെൺകുട്ടിയുടെ അനിയനെയും അച്ഛനമ്മമാരെയും കണ്ടു. ഒരു പൈസയും വാങ്ങാതെ കുട്ടിയുടെ ശസ്ത്രക്രിയ നടത്തി. ഒരാഴ്ചയ്ക്കു ശേഷം ആൻഡ്രൂസ് സുഖമായി വീട്ടിലേക്ക് തിരിച്ചെത്തി. ഒരു ദിവസം ആ കൊച്ചു പെൺകുട്ടിയും അവളുടെ അമ്മയും സംസാരിച്ചു കൊണ്ടിരുന്നു. അമ്മ പറഞ്ഞു, ആ ശസ്ത്രക്രിയ ശരിക്കും ഒരു അത്ഭുതം തന്നെ. അതിന് എത്ര പണമാണെന്ന് പോലും അറിയില്ല. കൊച്ചുകുട്ടി ചിരിച്ചു. എനിക്കറിയാം ആ അത്ഭുതത്തിൻ്റെ വില. $1 7 സെന്റസും. ഒരു കൊച്ചുകുട്ടിയുടെ പരിശ്രമവും വിശ്വാസവും സമർപ്പണ ചിന്തയും കാരണം എന്തത്ഭുതവും സംഭവിക്കാൻ സാധിക്കും. ഈ കഥ ഒരു കൊച്ചു ചേച്ചിക്ക് കൊച്ചനിയനോടുള്ള സ്നേഹവും അവളെ അസുഖത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള അവളുടെ അശ്രാന്ത പരിശ്രമവും വിശ്വാസവുമെല്ലാം ചിത്രീകരിക്കുന്നു. സ്നേഹവും വിശ്വാസവും അശ്രാന്ത പരിശ്രമവും ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും എന്തത്ഭുതം വേണമെങ്കിലും സംഭവിക്കാം.